ഒരു ചെറിയ ഗ്രാമത്തിൽ അമർ എന്ന 10 വയസ്സുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. റമദാനിൽ ആദ്യമായി നോമ്പെടുക്കാൻ അവൻ ആവേശത്തിലായിരുന്നു. എന്നിരുന്നാലും അവന്റെ കുടുംബം ഒരു പ്രയാസകരമായ സമയത്തിലൂടെ കടന്നുപോയി. ഉപ്പയുടെ ബിസിനസ് നഷ്ടത്തിലായി. അവർ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയായിരുന്നു. ആദ്യത്തെ നോമ്പിന്റെ വൈകുന്നേരം ക്ഷീണവും വിശപ്പും അനുഭവപ്പെട്ട് അമർ വീട്ടിൽ ഇരിക്കുമ്പോഴായിരുന്നു വിഭവങ്ങളുടെ രുചികരമായ ഗന്ധം അവിടെ നിറഞ്ഞത്. അവൻ അടുക്കളയിലേക്ക് ഓടി, പക്ഷേ നിരാശനായി. അവന്റെ ഉമ്മ ഭക്ഷണം പാകം ചെയ്യുന്നില്ല. അവന്റെ ഉമ്മ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മണം വരുന്നുണ്ടെന്ന് അമർ മനസ്സിലാക്കി. ക്ഷീണം കാരണം അമർ ഉറങ്ങിപ്പോയി. വൈകുന്നേരം അമർ ഉണർന്നതും അവരുടെ വീട്ടിൽ കുറച്ച് അതിഥികളെ കണ്ടു. റമദാന്റെ ഭാഗമായി ഇഫ്താറിന് ഭക്ഷണം എത്തിക്കാൻ എത്തിയ അയൽവാസികളാണ് അവരൊക്കെയെന്ന് അവന്റെ ഉമ്മ വിശദീകരിച്ചു. ഈ ദയാപ്രവൃത്തിയിൽ അമർ അത്ഭുതപ്പെട്ടു. ദിവസങ്ങൾ കഴിയുന്തോറും അയൽക്കാർ എല്ലാ ദിവസവും ഇഫ്താറിനായി ഭക്ഷണം കൊണ്ടുവരുന്നത് അമർ ശ്രദ്ധിച്ചു. ഒരു വൈകുന്നേരം മസ്ജിദിൽ നിന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ വഴിയരികിൽ ഒരു വൃദ്ധൻ ക്ഷീണിതനും വിശപ്പുമായി ഇരിക്കുന്നത് അമർ കണ്ടു. അമർ ഉടൻ വീട്ടിലേക്ക് ഓടി ഒരു ട്രേ ഭക്ഷണവും ഒരു കുടം വെള്ളവും എടുത്ത് വൃദ്ധന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അമർ ഭക്ഷണം വൃദ്ധന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷവും സംതൃപ്തിയും അവനിൽ അനുഭവപ്പെട്ടു. വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് റമദാനിന്റെ യഥാർത്ഥ ചൈതന്യം കാണിച്ചു തന്നു." അന്നു മുതൽ അമർ ഒരു ലക്ഷ്യബോധവും സ്വന്തവും അനുഭവപ്പെട്ടു. റമദാൻ നോമ്പ് മാത്രമല്ല, സമൂഹമായി ഒത്തുചേരാനും ഉള്ളത് പങ്കിടാനും ആവശ്യമുള്ളവരോട് ദയയും അനുകമ്പയും കാണിക്കാനുമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. റമദാനിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയ അമർ ദയ, ഔദാര്യം, അനുകമ്പ എന്നിവയുടെ പാഠങ്ങൾ ജീവിതകാലം മുഴുവൻ തന്നോടൊപ്പം കൊണ്ടുപോകാൻ തീരുമാനിച്ചു.